വിദേശത്ത് പഠിക്കാനായിട്ട് പോകുന്ന സ്റ്റുഡൻസിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് ഇപ്പോൾ കാണുന്നത് ജർമ്മനിയാണ്. ജർമ്മനി പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ ഫീസ് ഇല്ലാത്തതും അവിടെ ജർമ്മൻ ലാംഗ്വേജ് ആവശ്യമില്ല, പകരം IELTS എന്നുള്ള റിക്വയർമെൻറ്റ് അതാണ് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവായിട്ട് പല സ്റ്റുഡൻസും കാണുന്നത്. സോ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ പോകുമ്പോൾ ഫീസ് ഇല്ല എന്നുള്ള അഡ്വാൻറ്റേജ് മാത്രമല്ല, എന്തൊക്കെയാണ് വേറെ എന്തെങ്കിലും എക്സ്പെൻസ് അവിടെ വരുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പലരും പറയുന്നുമില്ല. ജർമ്മനിയിൽ ചെന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ ചാലഞ്ചസ് ആണ് നിങ്ങൾ അവിടെ ഫേസ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ് ഇന്ന്. അക്കോമഡേഷൻ. പലപ്പോഴും ജർമ്മനിയിൽ ചെന്ന് കഴിയുമ്പോൾ അക്കോമഡേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രോബ്ലമായിട്ട് ഒരു സ്റ്റുഡൻറ്റ് ഫേസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പലപ്പോഴും യൂണിവേഴ്സിറ്റി തന്നെ സ്റ്റേ ഒക്കെയും അറേഞ്ച് ചെയ്ത് തരും. അങ്ങനെ ആവുമ്പോൾ പോലും പലപ്പോഴും നിങ്ങൾ അവിടെ ചെന്ന് കഴിയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ട് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നേരത്തെ തന്നെ അക്കോമഡേഷൻ്റെ ഡീറ്റെയിൽ നാട്ടിൽ നിന്ന് തന്നെ റിസർച്ച് ചെയ്തിട്ട് മാത്രം അങ്ങോട്ട് ചെല്ലുക. ഒത്തിരി പേരും പലപ്പോഴും അവിടെ നിന്ന് നിങ്ങൾ അക്കോമഡേഷൻ്റെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഒത്തിരി സ്കാം ഫേസ് ചെയ്യുന്ന കാര്യങ്ങളും ഉണ്ട്. പലരും പറയും നിങ്ങൾ പൈസ ഇപ്പോൾ ഇട്ടോളൂ, താക്കോൽ അവിടെ എത്തിയിട്ട് തരാം എന്നൊക്കെ. സോ അത് പലപ്പോഴും പറ്റിക്കൽ എന്നുള്ള രീതിയിലും പോയെന്ന് വരാം. അതുകൊണ്ട് പ്രോപ്പറായി റിസർച്ച് ചെയ്ത് ആരെങ്കിലുമൊക്കെ പരിചയം ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ അക്കോമഡേഷൻ സെറ്റ് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുക. പേപ്പർ വർക്ക്സ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ആദ്യമായിട്ട് ചെയ്യാനുള്ളത്, ഇതിനെപ്പറ്റി പ്രത്യേകിച്ചൊരു ധാരണ പല സ്റ്റുഡൻസിനും ഉണ്ടാവാറില്ല. അവിടെ ചെന്ന് കഴിഞ്ഞ് നിങ്ങൾ ബാങ്ക് രജിസ്ട്രേഷൻ ചെയ്യാനുണ്ട്, സിറ്റി രജിസ്ട്രേഷൻ ചെയ്യാനുണ്ട്, ഇൻഷുറൻസ്, ഇതിൻ്റെ ഒക്കെയും കാര്യങ്ങൾ നിങ്ങൾ അവിടെ ചെന്നിട്ട് ചെയ്യാനുണ്ട്. ഇതും ഒക്കെയും നേരത്തെ തന്നെ അറിഞ്ഞിട്ട് വേണം ജർമ്മനിയിലേക്ക് പോകാനായിട്ട്. പാർട്ട് ടൈം ജോബ്സ്. നിങ്ങളൊരു സ്റ്റുഡൻ്റായി ജർമ്മനിയിൽ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഒരു പാർട്ട് ടൈമായിട്ട് ജോലി കണ്ടെത്താനായിട്ടാണ്. നാട്ടിൽ നിങ്ങൾ വലിയ ഹൈ പോസ്റ്റിലൊക്കെ ഇരുന്ന ഒരാളായിരിക്കാം. അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് കിട്ടുന്ന ജോലി അത് ഏതാണെങ്കിലും അത് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി നമുക്കുണ്ടായിരിക്കണം. പലപ്പോഴും നിങ്ങൾക്ക് കിട്ടുന്ന ജോലി എന്ന് പറയുന്നത് ചിലപ്പോൾ റെസ്റ്റോറൻറ്റിൽ ക്ലീനിങ് ആയിരിക്കാം, ഡെലിവറി ജോബ്സ് ആയിരിക്കാം. ഡെലിവറി ജോബ്സ് ഒക്കെ പറയുമ്പോഴേക്കും ഒത്തിരി സ്റ്റുഡൻസ് ഏറ്റെടുക്കുന്ന ഒരു കാര്യമാണ്, ബിക്കോസ് അതിന് ഒത്തിരി ടിപ്പ് കിട്ടും. പാക്കേജ് യൂണിറ്റ്സിൽ പലപ്പോഴും നിങ്ങൾക്ക് ജോലിയൊക്കെ കിട്ടുന്നതാണ്. നിങ്ങൾ ഇവിടെയൊക്കെയും നിങ്ങളുടെ റെസ്യൂമൊക്കെ സെൻഡ് ചെയ്യുമ്പോഴും നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി ജോലി പാർട്ട് ടൈം കഴിഞ്ഞിട്ട് നിങ്ങൾ ഫുൾ ടൈം ആയിട്ട് ജോലി ചെയ്യുമ്പോൾ പോലും നിങ്ങൾ ഏറ്റവും ശ്രദ്ധ കൊടുക്കേണ്ടതും നിങ്ങളുടെ റെസ്യൂമെ തന്നെയാണ്. റെസ്യൂമിൽ പലപ്പോഴും ആഡ് ചെയ്യുന്നത് ഞാൻ ഇന്ന രീതിയിൽ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, ഞാൻ ഇത്ര വർഷം അവിടെ വർക്ക് ചെയ്തു എന്നുള്ളത് മാറ്റി നിങ്ങളുടെ ഒരു അച്ചീവറാണ് എന്നുള്ളത് നിങ്ങൾ ആ റെസ്യൂമിൽ നല്ല രീതിയിൽ ഒരു ആൾ വായിച്ചു കഴിഞ്ഞാൽ ആൾക്ക് മനസ്സിലാവണം. റെസ്യൂമിൽ തന്നെ നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സ് നന്നായിട്ട് തന്നെ സ്ട്രെസ് ചെയ്യുക. പ്രോബബ്ലി നിങ്ങളൊരു ടാർഗറ്റ് മീറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇത്രയും നിങ്ങൾക്ക് ആ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റി എന്നുള്ളതൊക്കെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഡിസ്ക്രിപ്ഷൻ ആ റെസ്യൂമിൽ ഉണ്ടായിരിക്കണം. സോ ഇതൊക്കെയാണ് നിങ്ങളുടെ ഒരു പാർട്ട് ടൈം ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ഫുൾ ടൈം ജോബിലേക്ക് പോകുമ്പോഴും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. എക്സ്പെൻസസ്. നിങ്ങൾ ജർമ്മനിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾക്ക് എക്സ്പെൻസ് വരുന്നത് എന്നുള്ളത് നേരത്തെ തന്നെ ഒരു ധാരണ ഉണ്ടായിരിക്കണം. ഉറപ്പായിട്ടും നിങ്ങൾക്ക് വരുന്ന വലിയ എക്സ്പെൻസ് എന്ന് പറയുന്നത് അക്കോമഡേഷന് തന്നെയാണ്. അതുകൂടാതെ വാങ്ങിക്കേണ്ട ഗ്രോസറീസ് ഉണ്ട്, ഇൻഷുറൻസിന് ഒരു തുക ഉണ്ടാകും, നിങ്ങളുടെ സിറ്റി രജിസ്ട്രേഷൻ്റെ തുക, ഇങ്ങനെയൊക്കെയും ഉള്ളൊരു എക്സ്പെൻസ് നിങ്ങൾക്ക് നേരത്തെ ഒരു ധാരണ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. സോ പ്ലാൻ വെൽ എഹെഡ്. യൂണിവേഴ്സിറ്റി അനുസരിച്ചിട്ടുള്ള ചില ചാലഞ്ചസ്. പബ്ലിക് വേഴ്സസ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി. പബ്ലിക് യൂണിവേഴ്സിറ്റി ആകുമ്പോഴേക്കും നിങ്ങളുടെ കോഴ്സ് ഡ്യൂറേഷൻ കുറച്ചുകൂടെ എക്സ്റ്റെൻഡഡ് ആയിട്ടായിരിക്കും പലപ്പോഴും കിട്ടുന്നത്. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് നേരെ മറിച്ച് ചില ഷോർട്ട് ടേം കോഴ്സസ് അവൈലബിൾ ആണ്. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മന്ത്ലി ഉള്ള ഈ ഒരു ടിക്കറ്റ്, നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാനൊക്കെയുള്ള ടിക്കറ്റ്സിന് അതിനൊരു ഹെൽപ്പ് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അതുപോലെ തന്നെ പ്രൈവറ്റ് കോളേജസ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ലാംഗ്വേജ് പഠിക്കാനായിട്ടുള്ള ഒരു സപ്പോർട്ട് അതും അവൈലബിൾ ആയിരിക്കില്ല. പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ ഫ്രീ ആയിട്ട് ചില യൂണിവേഴ്സിറ്റീസ് ലാംഗ്വേജ് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ചില പബ്ലിക് യൂണിവേഴ്സിറ്റി മാൻഡേറ്ററി ആയിട്ട് ഇൻറ്റേൺഷിപ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഇൻറ്റേൺഷിപ്പ് നിങ്ങളെ ഫ്യൂച്ചർ അവിടെ ഒരു ജോബ് കിട്ടാനായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ നിങ്ങൾ ചൂസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി അനുസരിച്ചിട്ട് ചില ചാലഞ്ചസ് നിങ്ങൾ ഫേസ് ചെയ്തെന്ന് വരാം.
ലാംഗ്വേജ് ബാരിയർ. പലപ്പോഴും ജർമ്മനിയിലേക്ക് മാസ്റ്റേഴ്സിന് പോകുന്ന സ്റ്റുഡൻസ് A1 അല്ലെങ്കിൽ A2 ബേസിക് ആയിട്ടുള്ള ജർമ്മൻ മാത്രമാണ് പഠിച്ചിട്ട് പോകുന്നത്. നിങ്ങൾ അവിടെ ചെന്ന് കഴിയുമ്പോഴായിരിക്കും അത് മാത്രമാകുമ്പോഴേക്കും നിങ്ങൾക്ക് എന്തോരം ബുദ്ധിമുട്ട് നിങ്ങൾ ഫേസ് ചെയ്യുന്നു എന്ന് മനസ്സിലാവുക. ഒരു നല്ലൊരു രീതിയിൽ ജർമ്മൻ കൺട്രോളോടുകൂടി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പാർട്ട് ടൈം ജോലി കിട്ടാനായിട്ടാണെങ്കിലും ഫുൾ ടൈം ജോബിലേക്ക് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴും ഒക്കെയും ഈ ലാംഗ്വേജ് ഒത്തിരിയും ഹെൽപ്ഫുൾ ആവും. സോ ഇനീഷ്യലി ജർമ്മൻ ലാംഗ്വേജ് പ്രോപ്പറായിട്ട് അറിഞ്ഞില്ല എങ്കിൽ നിങ്ങളവിടെ കമ്മ്യൂണിക്കേഷൻ ഒത്തിരിയും തന്നെ പ്രോബ്ലംസ് ഫേസ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. ഈ ചാലഞ്ചസൊക്കെ നിങ്ങൾ മുൻകൂട്ടി കണ്ട് നല്ലൊരു രീതിയിൽ നിങ്ങൾ പ്ലാൻ ചെയ്താൽ ജർമ്മനിയിൽ ഫേസ് ചെയ്യുന്ന ഏത് പ്രോബ്ലവും നിങ്ങൾക്ക് ഡീൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ജർമ്മനിയിൽ ചെല്ലുമ്പോൾ ഏതൊക്കെ കോഴ്സ് എടുക്കണം, ഏതാണ് യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യേണ്ടത്, എന്താണ് അതിൻ്റെ പ്രൊസീജിയർ, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു ബ്ലോക്ക്ഡ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ഇങ്ങനെയൊക്കെയുള്ള നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് ഞങ്ങളെ വിളിച്ച് ചോദിക്കാവുന്നതാണ്. സോ യു ക്യാൻ കോൺടാക്ട് us for any further things. Thank you. MedCity International Academy. Trusted hands forever.